എല്ലാ പ്രേക്ഷകർക്കും സൗദി ടിപ്സിലേക്ക് ഹാർദമായ സ്വാഗതം. STC Pay ബന്ധപ്പെട്ട് ഞാൻ ധാരാളം വീഡിയോ ചെയ്തിട്ടുണ്ട്. STC Payയിലേക്ക് എങ്ങനെ പണം ആഡ് ചെയ്യാം, STC Payയിൽ നിന്ന് എങ്ങനെ ലോക്കൽ ട്രാൻസ്ഫർ ചെയ്യാം, STC Payയുടെ ഡിജിറ്റൽ കാർഡ്, ഫിസിക്കൽ കാർഡൊക്കെ എങ്ങനെ ഓർഡർ ചെയ്യാം, അങ്ങനെ നിരവധി വീഡിയോസ്. STC Payയുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഒരു പ്ലേലിസ്റ്റായി ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുണ്ട്. STC Payയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോ STC Pay വഴി നാട്ടിലേക്ക് എങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളതാണ്. ഈ വീഡിയോ ഞാൻ കുറേ മുമ്പ് ചെയ്തത് തന്നെയാണ്, പക്ഷേ അന്ന് ചെയ്തതിൽ നിന്നും ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ വീണ്ടും മാറ്റി ചെയ്യുന്നത്. നാട്ടിലേക്ക് പണം അയക്കാൻ വേണ്ടി STC Pay ഉപയോഗിക്കുന്നവർക്ക് ഈ വീഡിയോ തീർച്ചയായും പ്രയോജനപ്പെടുന്നതാണ്. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ സൗദി ടിപ്സ് എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ സൗദി ടിപ്സ് എന്നുള്ള ഈ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. ഞാനിപ്പോൾ STC Pay ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഹോം സ്ക്രീനിൽ തന്നെ STC Pay വാലറ്റിലുള്ള ബാലൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനടുത്ത STC Pay വാലറ്റിലേക്ക് പണം ആഡ് ചെയ്യാനുള്ള ആഡ് മണി എന്നുള്ള ബട്ടണും കാണാം. അതിൻ്റെ താഴെ സർവീസസിൽ നിരവധി ഐക്കൺസ് കാണാവുന്നതാണ്. ഒന്നാമത്തെ ട്രാൻസ്ഫർ മണി ടു കോൺടാക്ട്സ് എന്നുള്ളത് STC Pay ഉപയോഗിക്കുന്ന മറ്റുള്ളവർക്ക് വളരെ എളുപ്പം പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ്. അതടുത്തായി കാണുന്ന റിക്വസ്റ്റ് മണി എന്നുള്ളത് STC Pay ഉപയോഗിക്കുന്നവരിൽ നിന്നും നമുക്ക് ഇങ്ങോട്ട് പണം റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. റിക്വസ്റ്റ് അവർ അക്സെപ്റ്റ് ചെയ്താൽ നമ്മുടെ STC Pay വാലറ്റിൽ ആ പണം ലഭിക്കുന്നതാണ്. അറിയാത്ത ആരെങ്കിലും നമ്മുടെ STC Payയിലേക്ക് റിക്വസ്റ്റ് നൽകിയാൽ നാം ഒരിക്കലും തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യരുത്. മൂന്നാമതായി ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ എന്ന് കാണാം. സൗദി അറേബ്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. നാട്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ആയതുകൊണ്ട് ഞാൻ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ എന്നുള്ള പേജ് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് റിസീവേഴ്സ് ഒന്നും കാണാം, ട്രാൻസ്ഫേഴ്സ് ഒന്നും കാണാം. ട്രാൻസ്ഫേഴ്സ് എന്നുള്ളതിൽ STC Payയിൽ നിന്നും നാം നടത്തിയിട്ടുള്ള എല്ലാവിധ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ ഡീറ്റെയിൽസും കാണാവുന്നതാണ്. ഞാനിപ്പോൾ റിസീവേഴ്സ് ക്ലിക്ക് ചെയ്യുന്നു. റിസീവേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യമായി സെൻഡ് മണി നൗ എന്നുള്ള ബട്ടണാണ്. STC Payയിൽ ബെനിഫിഷ്യറി ആഡ് ചെയ്യാതെ പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സെൻഡ് മണി നൗ എന്നുള്ള ഈ ബട്ടണാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ബെനിഫിഷ്യറി ആഡ് ചെയ്ത് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതിൻ്റെ താഴെ പ്രൈസ് എസ്റ്റിമേറ്റർ എന്ന് കാണാം. നാം വേറെ രാജ്യത്തേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്നും അയക്കുന്ന തുകക്ക് അവിടെ എത്ര ലഭിക്കുമെന്നുള്ളത് കാണാൻ വേണ്ടി ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. അതിൻ്റെ താഴെ ആയിക്കൊണ്ട് നമ്മൾ ഏതെങ്കിലും ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഞാനിവിടെ ഒരു ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ടുണ്ട്, അനസ്കേസ് എന്നുള്ള ബെനിഫിഷ്യറി കാണാം. അതിൻ്റെ നേരെ ഒരു ഐക്കണും കാണാൻ സാധിക്കും. ഇത് സൂചിപ്പിക്കുന്നത് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ള ബെനിഫിഷ്യറി ഒരു വെസ്റ്റേൺ യൂണിയൻ ക്യാഷ് പിക്കപ്പ് ബെനിഫിഷ്യറിയാണ്. അതായത് ബാങ്കിലേക്കല്ലാതെ വെസ്റ്റേൺ യൂണിയൻ്റെ ഓഫീസിലേക്ക് നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അവിടെ പോയാൽ ക്യാഷ് ആയിട്ട് തന്നെ നമുക്ക് പണം ലഭിക്കുന്നതാണ്. വെസ്റ്റേൺ യൂണിയൻ ക്യാഷ് പിക്കപ്പ് സർവീസ് ഉപയോഗിച്ച് എങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ പോസ്റ്റ് ചെയ്യാം. പുതിയൊരു ബെനിഫിഷ്യറി ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് ന്യൂ റിസീവർ എന്നുള്ള ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ പുതിയ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ന്യൂ റിസീവർ ഇൻഫർമേഷൻ എന്നുള്ള പേജിലേക്ക് നാം എത്തിയിട്ടുണ്ട്. ഇവിടെ ആദ്യമായി ചോദിക്കുന്നത് ഫുൾ നെയിം എന്നുള്ള കോളമാണ്. ഇവിടെ നാം ആർക്കാണ് പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരുടെ ഫുൾ നെയിമാണ് എൻ്റർ ചെയ്യേണ്ടത്. നമ്മുടെ തന്നെ സ്വന്തം അക്കൗണ്ടിലേക്കാണെങ്കിൽ നമ്മുടെ മുഴുവൻ പേരും ഇവിടെ എൻ്റർ ചെയ്യുക. ഇവിടെ പേര് എൻ്റർ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫുൾ നെയിമാണ്. ഇപ്പോൾ എൻ്റെ പേര് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ അനസ് കേസി എന്ന് എങ്ങനെ നൽകി പണം ട്രാൻസ്ഫർ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നതല്ല. കാരണം STC Payയിൽ ഫുൾ നെയിം എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അതായത് KC എന്നുള്ളത് എൻ്റെ ഇനീഷ്യലിൻ്റെ ഷോർട്ട് ഫോം ആണ്. ഇത് ഞാനിവിടെ ഫുൾ ഫോം ആയിട്ട് എൻ്റർ ചെയ്യേണ്ടതാണ്. പാസ്പോർട്ടിലെല്ലാം നമുക്ക് ഫുൾ ഫോം കാണാൻ സാധിക്കും. ആ ഒരു ഫുൾ ഫോം ആയിരിക്കണം നാം ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതുപോലെ ചില ആളുകളുടെ ഫസ്റ്റ് നെയിം തന്നെ 2 പേരുണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് മുഹമ്മദ് അനസ്, അതിനുശേഷം ഇനീഷ്യൽ. ഈ രീതിയിൽ ഫസ്റ്റ് നെയിം തന്നെ 2 പേര് വരുന്ന ആളുകൾ STC Payയിൽ പേര് ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നെയിം ഒരുമിച്ച് എഴുതേണ്ടതുണ്ട്. അതായത് മുഹമ്മദ് അനസ് എന്നുള്ളത് സ്പേസ് ഇല്ലാതെ വേണം എഴുതാൻ. മുഹമ്മദ് അനസ് എന്ന് ഒരുമിച്ച് എഴുതിയതിന് ശേഷം സ്പേസ് ഇട്ട് ഇനീഷ്യൽ എൻ്റർ ചെയ്യുക. ഈ രീതിയിലാണ് STC Payയിൽ നെയിം ആഡ് ചെയ്യേണ്ടത്. STC Payയിൽ എങ്ങനെ പേര് നൽകണമെന്നുള്ളത് വളരെ വിശദമായി തന്നെ STC Pay ഓൺ ഹോൾഡ് എന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ ഫുൾ നെയിം തന്നെ എൻ്റർ ചെയ്യുന്നു. പേര് എൻ്റർ ചെയ്ത ശേഷം അപ്ഡേറ്റ് ഫുൾ നെയിം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നാം ഫുൾ നെയിം എന്നുള്ള കോളം ഫില്ല് ചെയ്തിട്ടുണ്ട്. അടുത്തതായി റിലേഷൻഷിപ്പ് എന്നുള്ള കോളമാണ്. അത് ക്ലിക്ക് ചെയ്താൽ റിലേറ്റീവ്സ് ഓർ ഫ്രണ്ട്സ്, പേഴ്സണൽ, ഹൗസ് ഹോൾഡ്, ബിസിനസ്, എംപ്ലോയി എന്നിങ്ങനെ കാണാം. നാം പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മുടെ കുടുംബക്കാർക്കോ അല്ലെങ്കിൽ കൂട്ടുകാർക്കോ ആണെങ്കിൽ റിലേറ്റീവ്സ് ഓർ ഫ്രണ്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ സ്വന്തം അക്കൗണ്ടിലേക്കാണെങ്കിൽ
പേഴ്സണൽ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കൺട്രി ചോദിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇന്ത്യയിലേക്കായതുകൊണ്ട് ഇന്ത്യ എന്നുള്ളത് സെർച്ച് ചെയ്തെടുക്കാം. ഇന്ത്യ സെലക്ട് ചെയ്യുമ്പോൾ ഡെലിവറി ഓപ്ഷൻസ് എന്നുള്ള പുതിയൊരു കോളം വന്നതായി കാണാം. ഇത് ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഈ 3 ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നാട്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാം. ഒന്നാമത്തെ ഓപ്ഷൻ വെസ്റ്റേൺ യൂണിയൻ ക്യാഷ് പിക്കപ്പ് എന്നുള്ളതാണ്. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് പണം ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള വെസ്റ്റേൺ യൂണിയൻ ബ്രാഞ്ചിൽ പോയി നമുക്ക് പണം കൈപ്പറ്റാൻ സാധിക്കും. 50,000 വരെയുള്ള തുകയാണ് നമുക്ക് ക്യാഷായിട്ട് കയ്യിൽ ലഭിക്കുക. വെസ്റ്റേൺ യൂണിയൻ ക്യാഷ് പിക്കപ്പ് സർവീസ് വഴി എങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളത് വളരെ വിശദമായി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ പോസ്റ്റ് ചെയ്യാം. നമുക്ക് ബാങ്കിലേക്കാണ് പണം ട്രാൻസ്ഫർ ചെയ്യേണ്ടതെങ്കിൽ ട്രാൻസ്ഫർ ടു ബാങ്ക് അക്കൗണ്ട് എന്നതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതുപോലെ ട്രാൻസ്ഫർ ടു എ മൊബൈൽ വാലറ്റ് എന്ന് കാണാം. പേടിഎം, എയർടെൽ വാലറ്റ് തുടങ്ങിയവയിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഈ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ ബാങ്കിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിനായി ട്രാൻസ്ഫർ ടു എ ബാങ്ക് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ അതിൻ്റെ താഴെ പ്രിഫേർഡ് കറൻസി ചോദിക്കുന്നുണ്ട്. അവിടെ ഡിഫാൾട്ടായി ഇന്ത്യൻ റുപ്പി എന്ന് തന്നെ കാണാം. അത് മാറ്റം വരുത്താൻ സാധിക്കുന്നതല്ല. ഇനി നമുക്ക് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അടുത്തായി ചോദിക്കുന്നത് ബാങ്ക് നെയിമാണ്. അതായത് നമ്മൾ ഏത് ബാങ്കിലേക്കാണോ പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ബാങ്കിൻ്റെ പേര് ഈ ലിസ്റ്റിൽ നിന്നോ കണ്ടെത്തേണ്ടതുണ്ട്. നിരവധി ബാങ്കുകളുടെ പേരിവിടെ കാണാം. ഫെഡറൽ ബാങ്കിലേക്കാണ് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ദ ഫെഡറൽ ബാങ്ക് എന്നാണ് ഫെഡറൽ ബാങ്കിൻ്റെ പേര് ഇതിൽ കാണാൻ സാധിക്കുക. ഇവിടെ നോക്കുക, ദ ഫെഡറൽ ബാങ്ക് എന്നാണ് ഫെഡറൽ ബാങ്കിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സിൻഡിക്കേറ്റ് ബാങ്ക് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, സിൻഡിക്കേറ്റ് എന്നുള്ള ബാങ്ക് ഇപ്പോൾ ഇല്ല. അത് കാനറ ബാങ്കിൽ ലയിച്ചിട്ടുണ്ട്. അതിനാൽ സിൻഡിക്കേറ്റ് ബാങ്കുള്ളവർ കാനറ ബാങ്കാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ SBT എന്നുള്ള ബാങ്കും ഇപ്പോൾ ഇല്ല. അത് SBI ആയിട്ട് ലയിച്ചിട്ടുണ്ട്. അപ്പോൾ SBI ആണ് ഇത് സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത് ആക്സിസ് ബാങ്ക് ആയതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ അക്കൗണ്ട് നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അപ്ഡേറ്റ് അക്കൗണ്ട് നമ്പർ ക്ലിക്ക് ചെയ്യാം. അടുത്തതായി IFSC കോഡ് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ IFSC കോഡ് കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിൻഡിക്കേറ്റ് ബാങ്കുള്ളവർക്ക് ഇപ്പോൾ കാനറ ബാങ്കിൻ്റെ IFSC കോഡാണ് ലഭിച്ചിട്ടുണ്ടാവുക. അതുപോലെ SPT അക്കൗണ്ട് ആയിരുന്നവർക്ക് ഇപ്പോൾ SBIയുടെ IFSC കോഡാണ് ഉണ്ടാവുക. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. IFSC കോഡ് ഞാൻ ഇവിടെ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം അപ്ഡേറ്റ് IFSC കോഡ് ക്ലിക്ക് ചെയ്യുന്നു. അതിന് താഴെ ആയിക്കൊണ്ട് പർപ്പസ് ഓഫ് റെമിറ്റൻസ് എന്നുള്ളൊരു കോളമുണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ ക്രെഡിറ്റ് ടു NRE അക്കൗണ്ട് എന്നും ഫാമിലി മെയിൻ്റനൻസ് ഓർ സേവിങ്സ് എന്നും കാണാം. നമ്മൾ പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു NRE അക്കൗണ്ടിലേക്കാണെങ്കിൽ ക്രെഡിറ്റ് ടു NRE അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. അതല്ല നമ്മുടെ നാട്ടിലുള്ള അക്കൗണ്ടിലേക്കാണ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ അക്കൗണ്ട് നമ്പറിലേക്കാണ് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഫാമിലി മെയിൻ്റനൻസ് ഓർ സേവിങ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി 2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, പണം സ്വീകരിക്കുന്ന ആളുടെ നാഷണാലിറ്റി അറിയാമോ എന്നാണ് ചോദിക്കുന്നത്. അറിയാമെങ്കിൽ ലെസ് കൊടുത്ത് ആ രാജ്യം സെലക്ട് ചെയ്യാം. അതുപോലെ പണം സ്വീകരിക്കുന്ന ആളുടെ വയസ്സ് ചോദിക്കുന്നുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ നൽകിയാൽ മതി, നിർബന്ധമില്ല. ഞാനിത് നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. STC Pay രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ബെനിഫിഷ്യറി ആക്റ്റീവ് ചെയ്യാൻ വേണ്ടി OTP ലഭിക്കുന്നതാണ്. ലഭിച്ച OTP ഇവിടെ എൻ്റർ ചെയ്യാം. OTP ലഭിക്കാൻ താമസം നേടുകയാണെങ്കിൽ താഴെ റീസെൻറ്റ് SMS കോഡ് എന്നുള്ള ബട്ടൺ കാണാം. അതുപയോഗിച്ച് നമുക്ക് വീണ്ടും OTP റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. OTP എൻ്റർ ചെയ്ത് ഓട്ടോമാറ്റിക്കായി തന്നെ ബെനിഫിഷ്യറി ആക്റ്റീവ് ആകുന്നതായി കാണാം. ഇപ്പോൾ ന്യൂ റിസീവർ റെക്കോർഡ് എന്ന് കാണാം. റിസീവർ ID എന്നുള്ളത് ഇത് എത്രാമത്തെ ബെനിഫിഷ്യറി ആണെന്നുള്ളത് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ എന്നുള്ള പേജിൽ റിസീവേഴ്സിൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ബെനിഫിഷ്യറി കാണാൻ സാധിക്കുന്നുണ്ട്. ബെനിഫിഷ്യറിയുടെ പേരിൻ്റെ നേരെ ഒരു ബാങ്കിൻ്റെ ചിത്രം കാണാം. അതായത് ഇതൊരു ബാങ്ക് ബെനിഫിഷ്യറി ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ താഴെ ഞാൻ നേരത്തെ ആഡ് ചെയ്തിരുന്ന വെസ്റ്റേൺ യൂണിയൻ ക്യാഷ് പിക്കപ്പ് ബെനിഫിഷ്യറി കാണാവുന്നതാണ്. അതിൻ്റെ നേരെ കാണുന്ന ഐക്കൺ വേറൊരു കോളത്തിലുള്ളതാണ്. ഈ രീതിയിലാണ് STC Payയിലേക്ക് പുതിയ ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് പണം എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് നോക്കാം. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായി നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി ബെനിഫിഷ്യറിയുടെ പേരിൻ്റെ താഴെ കാണുന്ന ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറിയുടെ അക്കൗണ്ട് നമ്പറും അക്കൗണ്ടും IFSC കോഡും പേരും എല്ലാം കാണാൻ സാധിക്കും. എല്ലാം നോക്കി ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇനി നമുക്ക് അഥവാ ഈ ഒരു ബെനിഫിഷ്യറി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലത് ഭാഗത്ത് മുകളിൽ കാണുന്ന എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് താഴെ ഡിലീറ്റ് റിസീവർ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. STC Payയിൽ ആഡ് ചെയ്ത ബെനിഫിഷ്യറി നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അത് ഡിലീറ്റ് ചെയ്ത് വീണ്ടും നാം ആഡ് ചെയ്യേണ്ടതാണ്. ഡിലീറ്റ് റിസീവർ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്താൽ ഈ ബെനിഫിഷ്യറി ഡിലീറ്റ് ആവുന്നതാണ്. ഞാനിവിടെ ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്കങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്യാമെന്ന് നോക്കാം. പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ബെനിഫിഷ്യറിയുടെ പേരിൻ്റെ താഴെയുള്ള സെൻഡ് മണി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു പുതിയ പേജ് വന്നിട്ടുണ്ട്. ഇവിടെ അമൗണ്ട് കോളത്തിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള
എമൗണ്ട് എൻ്റർ ചെയ്യാം. ആദ്യത്തെ കോളത്തിൽ റിയാലിലാണ് നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുക. റിയാലിൽ തുക എൻ്റർ ചെയ്താൽ അതിന് ഇന്ത്യൻ രൂപയിൽ എത്ര ലഭിക്കുമെന്നുള്ളത് താഴെ കാണാൻ സാധിക്കും. നമ്മൾ താഴെ ഇന്ത്യൻ രൂപയിലാണ് തുക എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതിനാവശ്യമായി വരുന്ന റിയാൽ മുകളിൽ കാണിക്കുന്നതാണ്. ഞാനിവിടെ അക്കൗണ്ടിലുള്ള മുഴുവൻ തുകയും ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതിനായി അക്കൗണ്ട് ബാലൻസിൽ കാണിക്കുന്ന തുക ഞാനിവിടെ എൻ്റർ ചെയ്യുന്നു. STC Pay വഴി നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന മിനിമം തുക എന്ന് പറയുന്നത് ഏകദേശം 50 റിയാലാണ്. അതിൻ്റെ താഴെയുള്ള തുക നമുക്ക് നാട്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതല്ല. STC Pay വഴി പണം ട്രാൻസ്ഫർ ചെയ്യുന്നവർ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റർ ചെയ്ത തുകയ്ക്ക് നാട്ടിൽ ലഭിക്കുന്ന ഇന്ത്യൻ രൂപ ഇവിടെ നൽകിയിട്ടുണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് അതിൻ്റെ താഴെ നൽകിയിട്ടുമുണ്ട്. ഒരു റിയാലിന് നാട്ടിൽ ഇന്ത്യൻ രൂപയായി എത്ര ലഭിക്കുമെന്നുള്ളത് എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളത് നേരെ കാണാം. അതിൻ്റെ താഴെ ഇൻക്ലൂഡ് ട്രാൻസ്ഫർ ഫീ എന്നുള്ളൊരു ബട്ടൺ കാണാം. STC Payയിൽ നിന്നും നാട്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ നാം ഫീ നൽകേണ്ടതുണ്ട്. ചില സമയങ്ങളെല്ലാം STC Pay അത് ഫ്രീ ആക്കാറുണ്ടെങ്കിലും STC Payയിൽ അടിസ്ഥാനപരമായി നാട്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ ഫീ നൽകേണ്ടതാണ്. 15 റിയാലും ടാക്സുമാണ് ഫീ ആയിട്ട് നാം നൽകേണ്ടതായി വരുന്നത്. നാം ഇവിടെ എൻ്റർ ചെയ്ത റിയാലിൽ നിന്നും ഫീ ആയി നാം അടയ്ക്കേണ്ട തുക മൈനസ് ചെയ്തിട്ടാണോ നാട്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എങ്കിൽ ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ 585 റിയാലിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫീ കുറച്ചതിന് ശേഷം ബാക്കി തുകയാണ് നമുക്ക് നാട്ടിൽ ലഭിക്കുക. ട്രാൻസ്ഫർ ഫീ ആയി നാം നൽകേണ്ട 15 റിയാലും അതിൻ്റെ ടാക്സും നമ്മുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ മാത്രം ഇത് ഓഫ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നാം ഇത് ഓൺ ചെയ്ത് വെക്കേണ്ടതാണ്. അതിനുശേഷം പർപ്പസ് ഓഫ് ട്രാൻസ്ഫർ എന്നുള്ള ഒരു കോളമുണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ ഫാമിലി സപ്പോർട്ട്, ട്രാൻസ്ഫർ ടു മൈ സെൽഫ്, അങ്ങനെ നിരവധി ഓപ്ഷൻസ് കാണാം. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിനാണെങ്കിൽ ഫാമിലി സപ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണെങ്കിൽ ട്രാൻസ്ഫർ ടു മൈ സെൽഫ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ എന്ത് തന്നെ നൽകിയാലും പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ താഴെ ഡു യു ഹാവ് എ പ്രൊമോഷൻ കോഡ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇവിടെ എസ് നൽകുക. അതിനുശേഷം പ്രൊമോഷൻ കോഡ് എന്നുള്ള കോളത്തിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ പ്രൊമോഷൻ കോഡ് എൻ്റർ ചെയ്യാം. പ്രൊമോഷൻ കോഡ് ഒന്നും ലഭ്യമല്ലെങ്കിൽ ഞാനിവിടെ എൻ്റർ ചെയ്യുന്ന പ്രൊമോഷൻ കോഡ് നൽകിയാലും മതി. പ്രൊമോഷൻ കോഡ് നൽകിയാൽ STC Pay നിങ്ങൾ ആരുടെ പ്രൊമോഷൻ കോഡാണ് നൽകുന്നത് അവർക്കും നിങ്ങൾക്കും ചെറിയൊരു കമ്മീഷൻ നൽകുന്നതാണ്. STC Payയിൽ ആദ്യമായി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് പ്രൊമോഷൻ കോഡ് നൽകിയിട്ട് കാര്യമുള്ളൂ. പ്രൊമോഷൻ കോഡ് നൽകിയതിന് ശേഷം താഴേക്ക് വീണ്ടും സ്ക്രോൾ ചെയ്താൽ അഗ്രി ടു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. ചില ആളുകളുടെ ഫോണിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഫോണിലെ ഫോണ്ട് വലുതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് അഗ്രി ചെയ്യാൻ സാധിക്കുന്നതല്ല. ഫോണിലെ ഫോണ്ട് സാധാ രീതിയിലേക്ക് മാറ്റിയാൽ നമുക്കിത് അഗ്രി ചെയ്യാൻ സാധിക്കും. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കൺഫർമേഷൻ പേജ് വന്നിട്ടുണ്ട്. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുക ഏറ്റവും മുകളിൽ കാണാം. അതിൻ്റെ താഴെ എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളതിൽ ഒരു റിയാലിന് ലഭിക്കുന്ന ഇന്ത്യൻ രൂപയുടെ തുക കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ ആയിക്കൊണ്ട് ട്രാൻസ്ഫർ ഫീ എന്നുള്ള കോളം കാണാം. ഇവിടെ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ട്രാൻസ്ഫർ ഫീ ആയിട്ട് ഇവിടെ ഇപ്പോൾ 0 ആണ് കാണിക്കുന്നത്. അതായത് STC Payയിൽ നിന്നും നാട്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ ഇപ്പോൾ പണമൊന്നും നാം നൽകേണ്ടതില്ല. ഇപ്പോൾ സൗജന്യമാണ്. എല്ലാ സമയത്തും ഇങ്ങനെ സൗജന്യമാവണമെന്നില്ല. എപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഇവിടെ ട്രാൻസ്ഫർ ഫീ ആയിട്ട് എത്രയാണ് കാണിക്കുന്നത് നാം നോക്കി ഉറപ്പ് വരുത്തേണ്ടതാണ്. അതിൻ്റെ താഴെ ആയിക്കൊണ്ട് ടോട്ടൽ എമൗണ്ട് എന്നുള്ളത് നമുക്ക് നാട്ടിൽ ലഭിക്കുന്ന തുക കാണിക്കുന്നതാണ്. ഈ കാണിച്ച തുക മുഴുവനായിട്ടും നമ്മുടെ നാട്ടിലെ അക്കൗണ്ടിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തായി ഡിക്ലറേഷൻ എന്നുള്ള പേജ് വന്നിട്ടുണ്ട്. ഇത് നാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അഗ്രി ചെയ്യുക. ഇവിടെ പ്രധാനമായും പറയുന്ന കാര്യം നാം ആർക്കാണ് പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ വ്യക്തിയെ നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മളുമായി പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടോ ബന്ധമുള്ള ആൾക്ക് മാത്രമേ പണം ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഡൊണേഷന് വേണ്ടിയോ ചാരിറ്റിക്ക് വേണ്ടിയോ STC Pay വഴി പണം ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഞാനിവിടെ ഐ അഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നാം വിജയകരമായി STC Pay വഴി ബാങ്കിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. ട്രാൻസ്ഫർ ചെയ്ത തുക ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ MTCN എന്നുള്ള ഒരു നമ്പർ കാണാം. ഈ ഒരു നമ്പർ ഉപയോഗിച്ച് നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. വെസ്റ്റേൺ യൂണിയൻ സൈറ്റ് വഴിയോ അല്ലെങ്കിൽ STC Pay കസ്റ്റമർക്കാർക്ക് വിളിക്കുമ്പോഴോ ഈ നമ്പർ പറഞ്ഞു കൊടുത്താൽ നമുക്ക് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നാം ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് മറ്റാർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ ട്രാൻസാക്ഷൻ ഇൻഫോ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വാട്സപ്പിലേക്കോ മറ്റോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നാം ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ എന്നുള്ള പേജിൽ ട്രാൻസ്ഫേഴ്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ആ ഒരു ട്രാൻസാക്ഷൻ കാണാൻ സാധിക്കും. അതിന് നേരെ ഇപ്പോൾ അണ്ടർ പ്രോസസ് എന്നാണ് കാണിക്കുന്നത്. അണ്ടർ പ്രോസസ് എന്ന് കാണിച്ചാൽ ആ പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുമെന്ന് തന്നെയാണ്. അല്പസമയം കാത്തിരിക്കുക. ചിലപ്പോൾ ബാങ്കിലേക്ക് പണം ലഭിച്ചാലും ഇവിടെ അണ്ടർ പ്രോസസ് എന്ന് കാണിക്കാറുണ്ട്. റെസിപ്റ്റ് ക്ലിക്ക് ചെയ്താൽ പണം ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. ഇവിടെ താഴെ ആയിക്കൊണ്ട് ട്രാൻസ്ഫർ ഓപ്ഷൻ എന്നുള്ളതിൽ ട്രാൻസ്ഫർ ഇൻഫർമേഷൻ ടെക്സ്റ്റായിട്ട് ഷെയർ ചെയ്യാനും PDF ആയി ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഉണ്ട്. അതിൻ്റെ താഴെ ക്യാൻസൽ ട്രാൻസ്ഫർ എന്ന് കാണാം. നാം ബാങ്കിലേക്കാണ് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഈ ക്യാൻസൽ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഈ ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്നതല്ല.
മറിച്ച് വെസ്റ്റേൺ യൂണിയൻ ക്യാഷ് പിക്കപ്പ് ആണ് നാം സെലക്ട് ചെയ്യുന്നതെങ്കിൽ ക്യാൻസൽ ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്താൽ ഉടൻ തന്നെ ആ ട്രാൻസാക്ഷൻ ക്യാൻസലായി തുക നമ്മുടെ STCB വാലറ്റിൽ ലഭിക്കുന്നതാണ്. ഇനി വല്ല കാരണവശാലും അണ്ടർ പ്രോസസ് എന്നുള്ളതിന് പകരം ഓൺ ഹോൾഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ അതെങ്ങനെ ശരിയാക്കാമെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ സൗദി ടിപ്സ് എന്നുള്ള യൂട്യൂബ് ചാനൽ കാണാവുന്നതാണ്. ഈ രീതിയിലാണ് STCB വഴി പണം ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റായി ചോദിക്കാം. ഇതുപോലെ പ്രയോജനപ്പെടുന്ന വീഡിയോസ് തുറന്ന് ലഭിക്കാൻ വേണ്ടി എല്ലാ പ്രേക്ഷകരും സൗദി ടിപ്സ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക.